ഗൾഫ് മേഖലയിലെ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം പലയിടത്തും കുടുങ്ങിപ്പോയ UAE പ്രവാസികൾക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസ വാർത്തയാണ് പുറത്തു വരുന്നത്. വിസ കാലാവധി കഴിഞ്ഞവർക്ക് സാധാരണയായി നേരിടേണ്ടി വരുന്ന നിയമ തടസ്സങ്ങളും പിഴവുകളും ഒഴിവാക്കിക്കൊണ്ട് രാജ്യം പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ മൂലം വിമാന സർവീസുകൾ തടസ്സപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകളുടെ മടക്കയാത്രയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഈ പ്രതിസന്ധി കണക്കിലെടുത്ത് മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഇങ്ങനൊരു സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രവാസികൾക്ക് തങ്ങളുടെ ജോലി നഷ്ടപ്പെടാതെയും നിയമക്കുരുക്കുകളിൽ പെടാതെയും തിരികെ ജോലി സ്ഥലത്തേക്ക് എത്താൻ ഈ നടപടി സഹായിക്കും. ഭരണകൂടത്തിന്റെ ഈ കരുതൽ പ്രവാസി സമൂഹത്തിന് വലിയ തണലായി മാറുകയാണ്. വിദേശത്തായിരിക്കെ റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞ UAE പ്രവാസികൾക്ക് പുതിയ എൻട്രി പെർമിറ്റ് ഇല്ലാതെ രാജ്യത്തേക്ക് മടങ്ങാൻ അനുമതി നൽകുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. 2026 ഫെബ്രുവരി 28 അതിനുശേഷമോ വിദേശത്തായിരിക്കെ വിസ കാലാവധി കഴിഞ്ഞവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെച്ചതും വ്യോമപാത അടച്ചതും കാരണം കൃത്യസമയത്ത് മടങ്ങാൻ ഒരുപാട് പേർക്ക് സാധിച്ചിട്ടില്ല. അവരെ തിരിച്ചെത്തിക്കാനുള്ള ഒരു അവസരം നൽകുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി. മാർച്ച് 31 വരെ ഈ ആനുകൂല്യം ലഭിക്കും. ഈ കാലയളവിനുള്ളിൽ വിസ കാലാവധി കഴിഞ്ഞവർക്കും UAEയിലേക്ക് മടങ്ങി വരാം. വിസ കാലാവധി കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ ഉണ്ടായ പിഴ ഈടാക്കില്ലെന്നാണ് അതോറിറ്റി വ്യക്തമാക്കുന്നത്. രാജ്യത്ത് തിരിച്ചെത്തിയ ശേഷം നിയമപരമായ നടപടികളിലൂടെ വിസ പുതുക്കി പദവി ശരിയാക്കാൻ ഇവർക്ക് അവസരം ലഭിക്കും. വിദേശങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും കുടുംബവുമായി ഒന്നിക്കാനും സഹായിക്കുന്ന മാനുഷികമായ ഒരു പരിഗണനയാണിത്. യാത്ര തിരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് ടിക്കറ്റും മറ്റ് യാത്രാരേഖകളും ഉറപ്പാക്കണം. പ്രവാസികളുടെ ക്ഷേമത്തിന് UAE സർക്കാർ നൽകുന്ന മുൻഗണനയുടെ തെളിവാണ് ഈ പുതിയ ഉത്തരവ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളെ വിശ്വസിച്ചെത്തിയവരെ കൈവിടില്ലെന്നൊരു പ്രഖ്യാപനം കൂടിയാണിത്. വിസ കാലാവധി കഴിഞ്ഞതിന്റെ ആശങ്കയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് ഈ തീരുമാനം വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. നിശ്ചിത സമയ പരിധിക്കുള്ളിൽ തന്നെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി പ്രവാസികൾ UAEയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. എങ്കിലും യാത്ര തിരിക്കും മുമ്പ് നിയമപരമായ നൂലാമാലകൾ ഒഴിവാക്കാൻ എയർലൈനുകളുമായും അധികൃതരുമായും ആശയവിനിമയം നടത്തുന്നത് ഉചിതമായിരിക്കും. പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന UAEയുടെ ഈ മാനുഷിക നിലപാട് ലോകമെമ്പാടുമുള്ള പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. നിയമപരമായ ഇളവുകൾ പ്രയോജനപ്പെടുത്തി സുരക്ഷിതമായ മടക്കയാത്ര ഉറപ്പാക്കാൻ മറക്കരുത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വളരെ ആശ്വാസമാണ് പ്രവാസികൾക്ക് നൽകുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് പോയതിനു ശേഷം ഒരുപാട് പേര് പലയിടത്തായിട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഫെബ്രുവരി 28 കുടുങ്ങിപ്പോയവർക്കാണ്. അതായത് പശ്ചിമേഷ്യയിൽ സംഘർഷം ഉണ്ടായതിനു ശേഷം പല പ്രവാസികളും പലയിടത്തായിട്ട് കുടുങ്ങിപ്പോയൊരു അവസ്ഥയുണ്ടായി. അവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതിനുശേഷം ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം അധികൃതർ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അതിനുശേഷം പിഴയും മറ്റ് നിയമ നടപടികളും എല്ലാം ഉണ്ടാകുമെന്ന് അതോറിറ്റി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കുടുങ്ങിപ്പോയവർക്ക് ഇതൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. എത്രയും വേഗം നടപടികളെല്ലാം പൂർത്തീകരിച്ച് UAEയിലേക്ക് മടങ്ങാൻ സാധിക്കട്ടെ എല്ലാവർക്കും.